യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് പകൽ നമ്മളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന എല്ലാവരും കഥാധാരങ്ങളുമായി സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദേവദാസന്മാർ, പ്രിയ മനോജ്, പ്രവീണ, ജെയ്സൺ, അവരൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂടെ വന്നിട്ടുള്ളവരെല്ലാം ഇവരെല്ലാവരെയും ഒന്ന് വെൽക്കം ചെയ്യുകയാണ്. എന്നതൊക്കെ നമ്മൾ വെൽക്കം ചെയ്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഭയങ്കര പ്രതീക്ഷയോടെ നമുക്ക് തുടർന്ന് കഥാദാസൻ മുന്നോട്ട് കടന്നു വരും. നമുക്ക് കരങ്ങൾ അടിച്ച് സ്വീകരിക്കാം. Hallelujah. Hallelujah. സത്യയോടെ hallelujah. Hallelujah. കർത്താവിന് നല്ലവണ്ണം ഒരാമേൻ പറഞ്ഞേ. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എന്നോടൊപ്പം പറഞ്ഞേ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 29-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 27-29-ാമത്തെ വേദവാക്യം വായിച്ചു. അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് 4 മങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ ആകെ വെച്ചുകൊണ്ടിരുന്നു. സ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്തിൽ നിന്ന് 4 നങ്കൂരം ഇട്ടു. നേരം വെളുപ്പാൻ അവർ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നേരം വെളുക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവമക്കളെ, അപ്പോസ്തലപ്രവൃത്തി നമുക്കറിയാം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവസഭയുടെ ചരിത്രം പറഞ്ഞാണ്. അവൻ 1-ാം അധ്യായം നമ്മൾ കാണുന്നത് മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നു. 2-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം. 3-ാം അധ്യായത്തിൽ 3000-ത്തിലധികം പേർ സ്നാനപ്പെടുന്നു. 4-ാം അധ്യായത്തിൽ സൗഖ്യം. 5-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ കൊണ്ടുപോയി കെട്ടിയിട്ട് അടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കണമെന്ന് പറയുന്നു. 6-ാം അധ്യായം അവൻ തിരുസഭ കൂടുന്നു. 7-ാം അധ്യായത്തിൽ ദൈവം ചിലരെ മേശയെ ശുശ്രൂഷിക്കാൻ അഭിഷേകം ചെയ്യുന്നു. 8-ാം അധ്യായത്തിൽ ശൗലിനെ ദൈവം അവൻ ഒരുക്കുന്നു. 9-ാം അധ്യായത്തിൽ ശൗലിനെ ദൈവം തൊടുന്നു. 10-ാം അധ്യായത്തിൽ കൈസരിയിലെ കൊർന്നേലിയോസിന്റെ വീട്ടിലെ ഉണർവ് നടക്കുന്നു. 12-ാം അധ്യായത്തിൽ അവൻ കർത്താവിന്റെ ആത്മാവിന് വേണ്ടി നിന്ന ഒരു അഭിഷേകനെ കൊല്ലുന്നു. 13-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും വിളിച്ച വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നു. 13-ാം അധ്യായം കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി ഫോക്കസ് ചെയ്യുന്നത് ഒറ്റ മനുഷ്യനെ കുറിച്ചാണ്. അതുവരെ പത്രോസായിരുന്നു ഹീറോ എങ്കിൽ 13-ാം അധ്യായം വരെ പത്രോസായിരുന്നു ഹീറോ എങ്കിൽ 13-ാം അധ്യായം കഴിയുമ്പോൾ ഹീറോ മാറുന്നു. അത് പൗലോസായി മാറുന്നു. പിന്നെയുള്ള ചരിത്രം മുഴുവൻ പൗലോസിന്റെ മിഷണറി യാത്രയാണ്. മെലിത്തിലേക്കുള്ള മിഷണറി യാത്ര, കൈസരിലേക്കുള്ള മിഷണറി യാത്ര, ആസിയ വഴി ചുറ്റിയുള്ള മിഷണറി യാത്ര. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പൗലോസിന്റെ യാത്രകളും ശുശ്രൂഷകളുമാണ്. എന്നാൽ അവൻ ഏകദേശം 19-ാം അധ്യായം തുടങ്ങി പൗലോസ് വിചാരണ കോടതിയിൽ നിൽക്കുകയാണ്. അവൻ ഫെലിക്സിന്റെ മുമ്പിൽ നിൽക്കുന്നു, യൂസിയാസിന്റെ മുമ്പിൽ നിൽക്കുന്നു, സഖാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്തിനേറെ അവൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് സുവിശേഷം നിമിത്തം ഭരണാധിപന്മാരുടെ മുമ്പിൽ കരങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി നിൽക്കുന്നു. എന്തിനേറെ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ കൊണ്ടുപോയി കെട്ടിട്ടടിച്ച് അവനെ കൊന്ന് ചത്തു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വെളിപ്രദേശത്ത് തള്ളിക്കളയുന്നു. മരിച്ചു കിടന്ന പൗലോസ് 3-ാം സ്വർഗ്ഗത്തോളം തന്നെ ആത്മാവെടുക്കപ്പെടുന്നു. അവൻ അഭിഷിക്തന്മാർ യൗവനക്കാർ കൂടി വന്ന് പൗലോസിന്റെ ചുറ്റും നിൽക്കുന്നു. പൗലോസ് ചാടിയെന്ന് നിങ്ങളോട് അവൻ അതിശയമല്ല. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയുക,
പൗലോസ് എപ്പോഴാണ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത്? പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം ഇഷ്ടപ്പെടാതെ അവർ കല്ലെടുത്ത് കോപാകുലരായി പൗലോസിന്റെ നേരെ വന്ന് പട്ടണത്തിന് പുറത്തുകൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പൗലോസിനെ അവർ എറിഞ്ഞു കളഞ്ഞു. ശ്രദ്ധിക്കണേ, പൗലോസ് കല്ലേറുകൊണ്ട് ചത്തു. അവൻ താഴ്വരയിൽ കിടക്കുമ്പോൾ അവൻ യെരൂശലേം സഭയിലെ സഹോദരങ്ങൾ കേട്ടു, പള്ളിക്കറിയിട്ടു, നമ്മുടെ അപ്പോസ്തലനെ കല്ലെറിഞ്ഞു കൊന്നു. ഒരു 10-15 ചെറുപ്പക്കാർ ഒരുമിച്ച് പറഞ്ഞു, അങ്ങനെ പൗലോസിനെ കൊല്ലാൻ പിശാചൻ നിനക്ക് കഴിയത്തില്ല. കാരണം ഒരുവനിൽ നിന്ന് ശുശ്രൂഷ വെളിപ്പെട്ട് അവന്റെ ശുശ്രൂഷ അവസാനിക്കാതെ ഒരു പിശാചിനും നിന്നെ തടുക്കാൻ കഴിയത്തില്ല. അവർക്ക് കാര്യമെടുത്താൻ കിട്ടി. പൗലോസിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. അഭിഷേകത്തിനെ കേൾക്കേണ്ട ഒരു ദൂതിയം പറയാം. കൈവച്ചു എന്നല്ല, പ്രാർത്ഥിച്ചു എന്നല്ല, അന്യഭാഷ പറഞ്ഞു എന്നല്ല, ചത്തുകിടക്കുന്ന പൗലോസിന്റെ ചുറ്റും ഈ ബാല്യക്കാർ ചുറ്റും നിന്നു. എങ്ങനെ നിന്നു? ചുറ്റും നിന്നു. അടുത്ത വാക്യം പറയുന്നു, പൗലോസ് കാലൂന്നി ചാടി എഴുന്നേറ്റ് നിന്നു. ഞാനൊരു കാര്യം വിവരിച്ചോട്ടെ. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവത്തിലെ ദൈവദാസന്മാർ കൈവെക്കണമെന്നില്ലായിരുന്നു. ചുറ്റും നിന്നവരായിരുന്നു, മരിച്ചവരായിരുന്നു. ആത്മാവിൽ ഞാൻ പൊതുവായി പറയുന്നു, ബാബുജി പാസ്റ്ററെ, വർഷങ്ങൾക്ക് 94-95 നമ്മൾ റാണ്ടിയിൽ തട്ടി ചാത്തി. ഇത് രണ്ടാമത് കത്തറിയില്ല. അത് തീർന്നു പോയിട്ടില്ല, അത് മരിച്ചു പോയിട്ടില്ല. പരിശുദ്ധയാത്മാവ് ഇല്ലല്ലേ, നിങ്ങൾ ആരും ചേർക്കണ്ട. ഞങ്ങളുടെ തീ 2025 കത്തിയതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കുറെ പ്രാന്തന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഓടിയപ്പോ അന്ന് ഞങ്ങളുടെ തീ വിളിച്ചതാ. ഈ തീ ഇന്നലെ കത്തിയതല്ല, ഈ തീ ഇന്ന് വന്നതല്ല. അഭിഷേകത്തിന്റെ തീ നിങ്ങളെ വീഴുകയാ. ആ പൗലോസിന്റെ ചരിത്രമാണ് പിന്നീട് കേൾക്കുന്നത്. പൗലോസിനെ അവന് ഏകദേശം 276 പേർ, അടുത്തിലേക്ക് ഇതാണ് പറഞ്ഞ 276 പേർ, പറഞ്ഞേ 276 പേർ. 276 പേർ അടങ്ങുന്ന കുറ്റവാളികളെ കൊണ്ടുപോകുന്ന ഒരു തടവുകാരടങ്ങുന്ന ഷിപ്പ് അല്ലേ? എത്ര പേരുണ്ട്? ഇതിനിടയ്ക്ക് ചിലരെ എഴുന്നേപ്പിച്ച് എത്തി ചോദിക്കും എത്രയാണ്. തെറ്റിയാൽ അടുത്ത വൈകിട്ട് മീറ്റിംഗിന് വരുമ്പോൾ 1000 പ്രാവശ്യം പൊസിഷൻ എഴുതണം. അതൊന്ന് എടുത്തിടയ്ക്ക് എത്ര പേര? 276 പേര് സഞ്ചരിക്കുന്ന തടവ് ഷിപ്പിനകത്ത് ഒരൊറ്റ അഭിഷിക്കം. കപ്പൽ പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ആത്മാവിന്റെ വെളിപ്പാട് കണ്ടവൻ പറഞ്ഞു, കപ്പൽ പുറപ്പെടരുത്. പക്ഷേ പൗലോസ് കപ്പലിന്റെ മാലുമി ആയിട്ടില്ല, കപ്പലിന്റെ ഉടമസ്ഥനെ ആയിട്ടില്ല. അതുകൊണ്ട് അവർ മാലുമിയുടെ വാക്ക് കേട്ടിട്ട് പൗലോസിന്റെ വാക്ക് തട്ടി. കുറെ ചെന്ന് കഴിഞ്ഞപ്പോ പൗലോസ് പറഞ്ഞ പ്രവചനം സംഭവിക്കാൻ തുടങ്ങി. അവൻ കപ്പലിനെതിരെ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. സോദരൻ പറഞ്ഞേ, കപ്പലിനെതിരെ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. എത്ര ദിവസം എന്ന് പറയട്ടെ? 14 ദിവസം. എത്ര? 14 ദിവസം കൊടുങ്കാറ്റടിച്ചു, ഈശാനമൂലനടിച്ചു. അവൻ 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല. 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അവൻ UK-യിൽ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കാണാനില്ല, വെളിച്ചമില്ല, രാത്രിയാകുന്നില്ല. എല്ലായ്പ്പോഴും അർദ്ധരാത്രിയായിരിക്കുന്ന പ്രതീതിയിൽ മുന്നോട്ട് പോകുന്നു. 14 ദിവസം
അല്ലെ? 2 ആഴ്ച മുഴുവൻ വെളിച്ചമില്ല. എവിടെയാണ്? നടുക്കടലിലാണ്. നടുക്കടലിൽ വെളിച്ചമില്ലാത്ത 14 ദിവസം 276 പേർ അകപ്പെട്ട് കിടക്കുമ്പോൾ അവർ ഒരു കാര്യം ആഗ്രഹിച്ചു. അവർ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്നല്ല, അവർ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് നല്ല നമ്മുടെ ഫുഡ് കിട്ടണമെന്നല്ല. അവർ ആഗ്രഹിച്ചു ദൈവമേ ഒന്ന് വെളിച്ചം വന്നിരുന്നെങ്കിൽ. എന്താണ് ആ വാക്യം? മറന്നു പോവല്ലേ? അവർ നേരം വെളുക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഈ 276 പേരും ആഗ്രഹിച്ചു ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ, ഒന്ന് വെളിച്ചം വീശിയിരുന്നെങ്കിൽ. കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പട്ടണത്തിൽ ഒരു വെളിച്ചം വീശിയിരുന്നെങ്കിൽ, എന്റെ കുടുംബത്തിനകത്ത് ഒരു വെളിച്ചം വീശിയിരുന്നെങ്കിൽ, എന്റെ ജോലിസ്ഥലത്ത് ഒരു വെളിച്ചം വീശിയിരുന്നെങ്കിൽ, എന്റെ സാമ്പത്തിക വിഷയത്തിന്റെ ഒരു വെളിച്ചം വീശിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചിലരെ നോക്കി ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു. നീ അവൻ പോലും ചിന്തിക്കാത്ത സമയത്ത് ഇത് വെളിച്ചോദിക്കാൻ പോകില്ല, വെളിച്ചോദിക്കാൻ പോകില്ല. അവൻ പങ്കെടുക്കേണ്ടവർ ഇന്നവൻ അവൻ പങ്കെടുക്കുക. ദൈവമക്കളെ, നീ ആഗ്രഹിച്ചില്ലേ ദൈവമേ എന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു വെളിച്ചം ഉദിപ്പിച്ചെങ്കിൽ, എന്റെ ജോലി സ്ഥലത്ത് ഒരു വെളിച്ചം ഉദിച്ചെങ്കിൽ, എന്റെ മിനിസ്ട്രിയിൽ ഒരു വെളിച്ചം ഉദിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് പകൽ നീ പരീക്ഷിക്കാത്ത സമയത്ത് നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ജോലിയുടെ വിഷയത്തിന്റെ നിന്റെ ഭൗതിക വിഷയത്തിന്റെ ഒരു വെളിച്ചം ഉദിക്കും. ഒരു വെളിച്ചം ഉദിക്കും, ഒരു വെളിച്ചം ഉദിക്കും, ഒരു വെളിച്ചം ഉദിക്കും. നേരം വെളുക്കാൻ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആഗ്രഹിച്ചു. മോനെ, ഏറ്റവും അധികം വേദന വർദ്ധിക്കുന്നത് ഇരുട്ടുള്ളപ്പോഴാണ്. ഇവിടെ വീണിട്ടില്ലെങ്കിലും നാട്ടിൽ സൈക്കിൾ ഓടിച്ച് സൈക്കിളിൽ നിന്ന് പകൽ ഉരുണ്ട് വീണ് മുട്ടുകാല് പൊട്ടിയിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കൈ. എന്താ ദൈവമേ, ഇത്രയും ആളുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സൈക്കിളിൽ നിന്ന് വീണ അത് ഞാനൊന്ന് റിവേക്ക് ചെയ്യാം, ഒന്ന് കൊണ്ടുവരാം. നിങ്ങൾ ആ 4 കൂടിയ കവലയുടെ അവിടെ വലിയ വലിയ ഫോമിൽ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ കറക്കി കൊണ്ടുവന്നപ്പോ മെറ്റിലെ തട്ടി മുൻപ് വീണില്ലേ? വീണില്ലേ? ആ വീഴ്ച വലുതായിരുന്നില്ലേ? മുട്ടുകാല് പൊട്ടിയില്ലേ? അപ്പൊ നാട്ടിലെ അവിടെ കൂടിയില്ല ചാക്കോച്ചനും കറിയാച്ചനും തോമാച്ചനും എല്ലാം വന്ന് മക്കളെ എന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ചോ നിങ്ങൾ പൊട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞില്ലേ? ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നു. സൈക്കിൾ എടുത്ത് മറുകാടൊക്കെ നേരെയാക്കി ആണ്ടിൽ തിരിഞ്ഞു പോയി, ആണ്ടിൽ നേരെയാക്കിയിട്ട് പിന്നെ ചവിട്ടിക്കിട്ട് പോയില്ലേ? പോയി. വീട്ടിൽ ചെന്ന് ഓരോറക്കം കഴിഞ്ഞ് രാത്രിയായപ്പോൾ എന്റെ അമ്മോ എന്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞത് ഓർമ്മയുള്ള എത്ര പേരുണ്ട് അല്ലേ? ചാക്കോച്ചനും കറിയാച്ചനും തോമാച്ചനും ഒക്കെ വല്ലതും പറ്റിയോ എന്ന് ചോദിച്ചപ്പോ ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് പോയെങ്കിലും രാത്രിയായപ്പോൾ വേദന വർദ്ധിക്കാൻ തുടങ്ങി. അന്ന് രാത്രി നിങ്ങൾ അറിയാതെ ആഗ്രഹിച്ചില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ? എന്നെ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. രാത്രി വേദന ഉണ്ടാകുമ്പോൾ രാത്രിക്ക് നീളം കൂടും. എന്തിനേറെ അത് നിങ്ങൾക്കൊരു അസിഡിറ്റി വന്ന് ഗ്യാസിൽ അറിഞ്ഞിരിക്കട്ടെ. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. അവർ റൂമിനകത്ത് തെക്ക് വടക്ക് നിങ്ങൾ നടക്കും. അന്ന് നിങ്ങൾ അറിയാതെ പ്രാർത്ഥിക്കും, ദൈവമേ ഒന്ന് നേരം വെളുക്കത്തില്ല. എപ്പോഴൊക്കെ വേദന നിങ്ങൾക്കുണ്ടാകുമോ ആ വേദന ഉണ്ടാകുന്ന ദിവസത്തിന്റെ രാത്രിക്ക് നീളം കൂടും. വേദന വർദ്ധിക്കുന്ന രാത്രി നീളം കൂടിക്കൊണ്ടിരിക്കും. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല, വെളിച്ചമില്ലാത്ത ദിവസങ്ങളിൽ ഇവർ അറിയാതെ ആഗ്രഹിച്ചു പോയി, ദൈവമേ ഒന്ന് സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അങ്ങനെ ആഗ്രഹിച്ച ചിലരുടെ ജീവിതത്തിൽ വെളിച്ചപ്പെട്ടാൻ പോവുക. അങ്ങനെ ആഗ്രഹിച്ച ചിലരുടെ ജീവിതത്തിൽ ഇന്നലെ വെളിച്ചം ഉദിക്കാൻ പോവുക. ഒരു പൗലോസ് 276 പേരെയും കൊണ്ട് 14 ദിനരാത്രങ്ങൾ വെളിച്ചമില്ല, വെട്ടമില്ല. അവൻ സ്തോത്രം രാത്രിയുടെ പ്രതീതിയിൽ 14 ദിവസം മുന്നോട്ട് പോകുമ്പോൾ
ദൈവമേ ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ, ദൈവമേ ഒന്ന് വെളിച്ചമടിച്ചിരുന്നെങ്കിൽ, കരമുയർത്തി നല്ലൊരു ആമേൻ പറ. ഈ പകൽ ദിനം, ഈ മീറ്റിംഗ് നിന്റെ ജീവിതത്തിൽ വെളിച്ചം വെളിച്ചം കൊണ്ടുവരും, വെളിച്ചം കൊണ്ടുവരും. പൗലോസ് കൈസരിയിൽ നിന്നും റോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്ക്? കൈസരിയിൽ. കൈസരിയ തെക്കും റോമ വടക്കുമാണ്. തെക്ക് നിന്ന് വടക്കോട്ടൊരു യാത്ര പൗലോസിന് 276 പേരെ കൊണ്ടുള്ള യാത്ര. ദൂത് പറഞ്ഞവൻ അത് അനുഭവിക്കേണ്ട ഗതികളായി. എന്തായാലും ഈ യാത്രയുടെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇനി വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. തെക്ക് നിന്നും വടക്കോട്ടുള്ള കൈസരിൽ നിന്നും റോമിലേക്കുള്ള ഈ യാത്രയുടെ വേളയിൽ പൗലോസ് അനുഭവിച്ച സകല കഷ്ടതയുടെയും ദുരിതങ്ങളുടെയും പുറകിൽ പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശമാണ്. നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമാണ്. ഒരഭിഷിക്തനായ നിങ്ങളെ അതിനകത്ത് ദൈവം ഉൾപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ ദൈവമക്കളെ 276 പേരുടെയും കരങ്ങൾ, വിഷയങ്ങൾ ദൈവം നിന്നിലൂടെ പുറത്തോട്ട് വരണം. ഞാൻ ഒരു കാര്യം മക്കളെ നിങ്ങളെ നോക്കി സന്തോഷത്തോടെ പറയാ, ശ്രദ്ധിച്ചേക്കണേ. ഈ ലോകത്തിലെ 276 പേരുടെയും പ്രശ്നമല്ല നിന്റെ പ്രശ്നം. മനസ്സിലായി? 276 പേരുടെയും പ്രശ്നത്തിൽ ദൈവം ഇടപെട്ടില്ല. കപ്പലിൽ കിടന്ന് ഒഴുത്തേണ്ട വിഷയത്തിലേക്ക് മനസ്സിലായി? എന്നുവെച്ചാൽ 276 പേർക്ക് വേണ്ടിയല്ല കപ്പലിൽ ദൈവം ഇറങ്ങിയത്, ദൈവത്തോട് ബന്ധമുള്ള പൗലോസിന് വേണ്ടിയാണ്. നിന്റെ പ്രഭാതത്തിൽ ദൈവം പറഞ്ഞു, ദൈവിക ബന്ധമുള്ള നിനക്ക് വേണ്ടി നിന്റെ ശിപ്പിനകത്ത് പങ്കുവരുന്നതോ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് മറ്റു ചേരുന്ന വീടുകളിൽ ഇന്ന് കാരണമാക്കി മാറ്റും. സന്തോഷല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പൗലോസിനെ എന്തിനാ ഇതിനകത്ത് പെടുത്തിയത്? ഈ 276 പേർക്ക് എതിരെ ഉണ്ടായ കൊടുങ്കാറ്റാകുന്ന പ്രശ്നത്തിനകത്ത് പൗലോസ് എങ്ങനെ ബന്ധപ്പെട്ടു? ഇനി ഈ റോമിലേക്കുള്ള യാത്രയും പൗലോസും തമ്മിൽ എന്താ ബന്ധം? ഇവർ തമ്മിൽ എന്താ ബന്ധം? 3 ബന്ധങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസും റോമും തമ്മിലുണ്ട്. ഈ യാത്രയുടെ മുമ്പിൽ റോമിലേക്കുള്ള പൗലോസിന്റെ യാത്രയുടെ പുറകിൽ റോമും പൗലോസും തമ്മിൽ 3 ബന്ധങ്ങളുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, റോമും പൗലോസും തമ്മിൽ 3 ബന്ധങ്ങളുണ്ട്. ആ യാത്രയുടെ പാക്കേജ് ആണ് ഈ യാത്ര. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എന്തിനാ പൗലോസിനെ ഈ യാത്രയിൽ പെടുത്തി റോമിലോട്ട് കൊണ്ടുപോകുന്നേ? വായിക്കാം, പുസ്തകം തുറക്കാം എല്ലാവരും. ഇനി നമ്മൾ അല്പസമയം വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 3 ബന്ധങ്ങൾ പൗലോസും റോമും തമ്മിലുണ്ട്. നമ്പർ 1 വായിച്ചു. മനസ്സിൽ നിശ്ചയിച്ചു. എവിടെ പോകണമെന്ന്? യെരുശലേമിൽ നിന്നും വായിച്ചോ, തീർത്തു വായിച്ചു. അത് അടുത്തത്. ഞാൻ അവിടെ ചെന്ന ശേഷം
അപ്പൊ മനസ്സിൽ നിശ്ചയിച്ച സ്ഥലമായത്. ഓരൊക്കെ ഒരു ആമേൻ പറയാം. ഞാൻ പറഞ്ഞിട്ട് ആമേൻ പറയാം. കേറി പറയല്ലേ. പൗലോസേ, ഈ റോമിലേക്കുള്ള യാത്രയുടെ പിന്നിലെ രഹസ്യം എന്താ? പൗലോസ് പറയും, എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ച് ഇച്ഛിച്ച സ്ഥലമാണ് റോം. നീ മനസ്സിൽ ആഗ്രഹിച്ചത് എന്തോ അത് തരാൻ പോയാണ്. നീ മനസ്സിൽ ആഗ്രഹിച്ചത് ദൈവം നിനക്ക് തരും. നീ മനസ്സിൽ നിശ്ചയിച്ചത് ദൈവം നിനക്ക് തരും. നീ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ദൈവം നിനക്ക് തരും. പൗലോസേ, ഈ യാത്രയുടെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. നാളുകൾക്ക് മുമ്പ് യെരൂശലേമിലേക്കുള്ള യാത്രയുടെ വേളയിൽ റോമിൽ പോകണമെന്ന് നീ മനസ്സിൽ നിശ്ചയിച്ചില്ല. അതാണ് ഈ യാത്ര. രണ്ടാമത്തെ പകൽ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഈ മനസ്സിൽ നിശ്ചയിച്ചത് എന്തൊക്കെ ഉണ്ടോ അത് ദൈവം നിനക്ക് തരും. അത് ദൈവം നിനക്ക് തരും. പറ്റുമെങ്കിൽ അവൻ പറഞ്ഞോ, നീ മനസ്സിൽ നിശ്ചയിച്ചത്, നീ മനസ്സിൽ ആഗ്രഹിച്ചത് പോലെ 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 കരം പഠിച്ച് ദൈവത്തിന് നന്ദിമത, കരം പഠിച്ച് ദൈവത്തിന് നന്ദിമത. മനസ്സിൽ നിശ്ചയിച്ചത് ആരുടെയോ ദൈവത്തിന് നന്ദിമത. നീ മനസ്സിൽ നിശ്ചയിച്ചത്, മനസ്സിൽ ആഗ്രഹിച്ചത് എന്താണോ നീ മനസ്സിൽ നിശ്ചയിച്ചത് അത് ദൈവം നിനക്ക് തരും. നീ മനസ്സിൽ നിശ്ചയിച്ചത് പറ്റുമെങ്കിലേ സ്വതന്ത്രം സന്തോഷമാണെങ്കിലേ അടുത്തിരിക്കുന്ന ആൾ മുഖത്ത് നോക്കി പറഞ്ഞ പോലെ ഞാൻ മനസ്സിൽ നിശ്ചയിച്ചെടുത്ത് പോകും. ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു, എനിക്ക് ജർമ്മനി പോയി പ്രസംഗിക്കാം. എനിക്ക് ജർമ്മനി പോയി മനസ്സിൽ നിശ്ചയിച്ചത്. പറഞ്ഞത് മൂന്നാമത്തെ ദിവസം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ജർമ്മനിയിലാണ് നിൽക്കുന്നത്, ഞാൻ സൂമിലൂടെ ഒരു മീറ്റിംഗ് പ്രസംഗിക്കാൻ പറ്റുന്നു. അപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ സൂമിലൂടെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എവിടെ വയ്ക്കുക, അടുത്ത വർഷം ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം. അതെ, ഇനി സന്തോഷത്തോടും അല്പം തന്റെ ഇടത്തോടും ഇച്ചിരി അഹങ്കാരത്തോടും മനസ്സിൽ നിശ്ചയിച്ചാണ് ചെയ്യാൻ പോകും. മനസ്സിൽ നിശ്ചയിച്ചെടുത്ത് നീ പോകും. പൗലോസേ, ഈ യാത്രയുടെ പിന്നിലെ രഹസ്യമില്ല, ഞാൻ മനസ്സിൽ നിശ്ചയിച്ചതാണ്. ഈ ദൂരമല്ല എന്നെ ഭയങ്കരമായി സന്തോഷിച്ചു. യാത്രയുടെ പിന്നിലെ രഹസ്യം മനസ്സിൽ ആഗ്രഹിച്ചതാണ്. പൗലോസ് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഈ യാത്ര. നമ്പർ 2, എനിക്ക് ഒത്തിരി കാര്യം പറയണം. 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. 23-11 വേഗം വായിച്ചോ. രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും. അങ്ങനെയാണെങ്കിൽ ഈ യാത്രയുടെ പിന്നിലെ രണ്ടാമത്തെ രഹസ്യം എന്താണെന്നറിയാമോ? ഒന്ന്, ഞാൻ മനസ്സിൽ നിശ്ചയിച്ച സ്ഥലമാണ് റോം. 2, എനിക്ക് വാഗ്ദത്തമായി കിട്ടിയ സ്ഥലമാണ് റോം. നിങ്ങള് ചുമ്മാ പറയുന്നത് വാഗ്ദത്തമായി കിട്ടിയ സ്ഥലമൊക്കെ എന്ന് പറയുമ്പോ കേരളീയ പിടിച്ചു ഒരു കല്ലിക കേരളീയ പിടിച്ചേക്കാം. ഞാന് അലക്സ് ഈ കഴിഞ്ഞ ദിവസം ബർമിംഗ്ഹാമിലെ ചർച്ച് മീറ്റിംഗ് നടക്കുക. അപ്പൊ ഈ സ്തോത്രം ദേവദാസൻ മനോജ് മാസ്റ്റർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഈ കൊടി ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ദേവദാസിയുടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഓരോ കൊടിയിൽ പോയി എന്ത് ചെയ്യും, തൊട്ടൊക്കെ പറഞ്ഞ് ഞാനിവിടെ പോകും. പക്ഷെ ഇങ്ങനെ പറഞ്ഞു തന്നെ പെട്ടെന്ന് ഇന്ത്യയുടെ കൊടി കൈവച്ചത് ഞാൻ മാവിട്ട് കരയാൻ തുടങ്ങി. കർത്താവ് എന്റെ ഇന്ത്യയെ തുടരെ, കർത്താവ് ഇന്ത്യയെ തുടരെ. മോൻ കണ്ടോ
എന്റെ ഇന്ത്യയെ തൊടണേ, എന്റെ ഇന്ത്യയെ തൊടണേ, ഡൽഹിയെ തൊടണേ എന്നൊരു മാവട്ടെയാണ്. ഇന്ന് രാവിലെ ഒരു ദൈവദാസൻ ഡൽഹിയിൽ വിളിച്ചിരിക്കുക. ദൈവദാസനെ മാർച്ച് 8-ാം തീയതി ലോകത്തിലെ അഭിഷിക്തന്മാർ ഒരുമിച്ച് കൂടി ഇന്ത്യൻ ഗേറ്റിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദാസനിയുടെ ടിക്കറ്റും റൂമും അറേഞ്ച് ചെയ്യുന്നു. പ്ലീസ് കം. ദൈവം ഓപ്പണാക്കുന്നു. നിന്റെ മകൻ നീ നിശ്ചയിച്ചത്, നീ ആഗ്രഹിച്ചടത്തേക്ക് ദൈവം നീ അഴക്കാൻ പോകുക. നീ എന്താണോ ആഗ്രഹിച്ചത്, നീ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, എന്താണോ നീ നിശ്ചയിച്ചത്, അവിടേക്ക് നിന്നെ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു തീരുമാനം. ഞാന് ഇന്നെടുത്ത ദൂതിനോട് ചേർന്ന് 2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ചു പറയുന്നു. 276 പേര് അടങ്ങുന്ന കപ്പൽ യാത്ര. 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല. അവർ നേരം വെളുക്കാൻ ആഗ്രഹിച്ചു. പൗലോസ് ഈ കപ്പലിൽ ഉണ്ട്. നമ്മുടെ ചോദ്യം, എന്തിനാണ് പൗലോസ് ഇതിനകത്ത് പെട്ടത്? ഈ യാത്രയുടെ പിന്നിൽ പൗലോസും റോമിൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന്, പൗലോസ് മനസ്സിൽ നിശ്ചയിച്ച സ്ഥലം. 2, പൗലോസിന് വാഗ്ദത്തമായി കിട്ടിയ സ്ഥലം. ഒരു ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ദൈവം വാഗ്ദത്തമായി നിനക്ക് ഒരു ദൂത തന്ന അതിനെ കേറി പിടിച്ചത്. മകളെ, ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തന്നാൽ ഒരു മണ്ഡലം പോലെ കേറി പിടിച്ചത്. സുരേഷ് ബാബു ഭാഷനെ അറിയാവുന്ന എത്ര പേര്? എല്ലാവർക്കും അറിയാം. ഞാൻ സ്തോത്രം, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 93-ലോ 94-ലോ ഞാൻ അവിടെ ഒരു കൺവെൻഷൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എന്നോട് ഭാഷ പറഞ്ഞു, എടാ നീ ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടന്നാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന്. അങ്ങനെ വീട്ടിൽ ചെന്ന് കിടക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ മനുഷ്യന്റെ മുറിയിലേക്ക് ഞാൻ നോട്ടം നോക്കി. എന്നാന്നറിയാൻ പോലെ ലോകത്തിന്റെ മാപ്പ് നിലത്ത് ഫ്ലോറിൽ പിടിച്ചിട്ടേക്കുക. എന്നിട്ട് ഈ ഫ്ലോറിനകത്ത് പുള്ളി എല്ലാ ദിവസവും കടന്നു കിടക്കും. ജർമ്മനിയുടെ കൈവച്ചിട്ട് പറയും ജർമ്മനി ഞാൻ പ്രസംഗിക്കാറുണ്ട്, സ്പെയിനിൽ കിടന്നിട്ട് പറയാൻ പ്രസംഗിക്കാറുണ്ട്. എന്നിട്ട് അവിടെയെല്ലാം ഈ പച്ച മഷി വെച്ച് പുള്ളി ഇങ്ങനെ ഇൻഡു ഇട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഇൻഡു ഇട്ടിടത്തെല്ലാം ഞാൻ പോയി, ഇനി ഇവിടെ പോകാനുള്ള എന്ത് കൈവച്ച് പ്രാർത്ഥിച്ചോ അവിടെ എല്ലാം ദൈവം. ഇന്ന് മനസ്സിൽ നിശ്ചയിച്ചതും അവൻ ദൈവം വാഗ്ദത്തമായി തന്ന സ്ഥലവും നീ എന്ന് പിടിച്ചോ. ദൈവം കഴിവുണ്ട്. അതെ, ഞാനൊരു ട്രാക്ടർ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെ ട്രാക്ടർ കൊടുത്ത് സുവിശേഷം പറയുമ്പോൾ ഞാനത് ചെന്നതും ഒരു ചേച്ചി ഓടി വന്നിട്ട് ഗേറ്റ് നാട്ടച്ചത് കൂടി. അമ്മ ഇല്ലാത്തോണ്ട് വന്നിരിക്കുന്നു, ആളെ പിടിക്കാന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ തെറിയ. കുറച്ച് എന്നോട് പറഞ്ഞു, എന്റെ അകത്തിൽ കാല് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് വെട്ടിട്ട് ഈ ഗേറ്റിന്റെ ഈ കുറ്റിയിട്ടിട്ട് ഈ ചേച്ചി അങ്ങ് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, ഈ ഗേറ്റിന്റെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഷാജൻ ഭാഷ കൂടെ ഉണ്ട്. ഞാൻ ഈ ഗ്യാപ്പിൽ കൂടി കാലത്തോട്ട് കണ്ടിരുന്ന കണ്ടു കൊന്നാണ്. ഞാൻ ഈ ഗേറ്റിന്റെ ചെറിയ കമ്പിയുടെ ഗ്യാപ്പിൽ കൂടി കാണിട്ടിട്ട് ഇങ്ങനെ കാലെടുത്ത് 2-3 ഒരച്ച് അവിടെ കുറച്ചു പോന്നു. ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോ ഞാൻ ഈ ചർച്ചയിൽ ഇങ്ങനെ വർഷപ്പിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഫാമിലി കയറി വന്ന് പുറകിലിരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ ഏതാണ്ട് ഗ്യാപ്പ് എന്റെ കൂടി എന്നെ തല്ലും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് പുറകിലിരിക്കുന്നു. അപ്പോ എല്ലാം കഴിഞ്ഞു, പ്രാർത്ഥിക്കാനായിട്ട് മുന്നേ വന്ന് അന്ന് ചീത്ത പറഞ്ഞ പോലെയൊന്നും അല്ല, പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ കുഞ്ഞാടിനെ പോലെ വന്നു പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല സിസ്റ്റർ എന്താ ഇങ്ങനെ വന്നത്? അതെ, ദാസോന്ന് പോയപ്പോ ആ കാല് വെച്ചിട്ട് പോയില്ലേ, അന്ന് സ്വസ്ഥത പോയത്, അന്ന് സ്വസ്ഥത പോയതാ, പിന്നെ സ്വസ്ഥത ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ആ കുടുംബത്തെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ളതാണ്.
ഇത് എനിക്കുള്ളതാ. എന്റെ കാല് ചവിട്ടിയിട്ട് പോന്നു. മുണ്ടപ്പേരി ജോസേട്ടൻ കുടുംബം എന്ന് പറയും. അവര് കൂടെ പോന്നു. അവിടെ മോനിപ്പോ ദുബായിലുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് ദശാംശം തരുന്നുണ്ട്. ഞാനൊന്ന് കാല് വെച്ചെങ്കിൽ എനിക്ക് കിട്ടിയത് ദശാംശം നമുക്കുള്ളത് ചിലടത്തുണ്ട്. നിങ്ങൾ വിശ്വാസത്താൽ പിടിക്കണം. എന്റെ വൈഫ് പഠിച്ചത് ക്രിസ്ത്യൻ ബൈബിൾ കോളേജിലാണ്, ക്രിസ്ത്യൻ കാക്കനാട്. അപ്പൊ ഞാൻ ഒരിക്കലേ അവിടെ ചെന്നപ്പോ അവിടെ ഒരു ടെമ്പോ വാൻ കിടക്കുന്നു. ഒരു ടെമ്പോ വാൻ കിടക്കുന്നു. ഈ വാൻ കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നല്ല വാനാണല്ലോ, നല്ല വാനാണല്ലോ. പോരുന്ന അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നാണ്, ഇല്ലാത്തവന് മോഹിക്കാൻ. അത് ഞാനിങ്ങനെ പോരുന്ന വഴിക്ക് നല്ല പച്ച നാട്ടോറിന്റെ വാൻ ഞാനിങ്ങനെ പോരുന്ന വഴിക്ക് ആരും ഇട്ട് തോന്നിയാൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇത് പോരട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ എന്ന് വിളിച്ചിട്ട് പറയുക, ബിജു പാസ്റ്റേ എന്തോ വാൻ വേണോ? അങ്ങനെ ഞാൻ വാനെടുക്കാൻ ചെന്നപ്പോഴേ ഈ എന്താണ് മനെ ഒരു ഓപ്പൺ ജീപ്പില്, പണ്ടത്തെ ജീപ്പല്ല, ഒരു വലുത്, എന്താ പറയുന്നത്, ടെമ്പോ അല്ല, ഈ ജീപ്പ് തന്നെ പണ്ട് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ അങ്ങോട്ടുള്ളൂ. അതിന്റെ ബാക്ക് ജീപ്പ് പോലത്തെ ഒരു 10 പേരിരിക്കുന്നത് ഇതവിടെ കിടപ്പുണ്ട്. കമാൻഡർ ഇതവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് ഈ വണ്ടി അവിടെ കിടക്കുന്നത് ഏതായാലും ഒരു വഴിക്ക് പോയതല്ലേ. ഞാൻ അർത്ഥം കഴിയുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർക്ക് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നമ്മളെന്തിനായി പാടുന്നത്? അവർക്ക് ഇഷ്ടം അമേരിക്കയിൽ ഇങ്ങനെ ഒഴുകിയത്. അതെ, അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ പിന്നെ വിളിച്ചു, ബിജു പാസ്റ്റേ നമ്മൾ പേടിക്കണ്ട, ഞാൻ വന്നേക്കാം. ഇത് ഞാൻ 2 സാറിനോട് പറഞ്ഞു. അങ്ങനെ ട്രാക്സും വീട്ടിലെത്തി. ഇത് കഴിഞ്ഞ് ഈ ട്രാക്സ് കഴിഞ്ഞപ്പോഴേ അന്നത്തെ നമ്മുടെ ഈ മജിസ്ട്രേറ്റുമാർ ഉപയോഗിക്കുന്ന മറ്റേ കോൺഗ്രസ് കാർ, ഈ കോൺഗ്രസ് കാറും മുറ്റത്ത് കിടക്കുന്ന ഫ്രണ്ടിൽ ഇങ്ങനെ കൂടി കൊടി വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കത് പോരാൻ പറ്റുന്നില്ല. ഞാൻ താവേ സ്തോത്രം, ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്കൊന്നും യോഗ്യത ഇല്ല. ആകെ 22 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലാണ്, ഭയങ്കര വണ്ടിയാണ്. പിന്നെ വന്നു ബിജു പാസ്റ്റേ. അവസാന മനുഷ്യൻ ആൾത്തോക്കാർ മേടിച്ച് അതുവരെ ഞാൻ മേടിച്ചു. ഇത് കഴിഞ്ഞപ്പോ പ്രിൻസിപ്പൾ എന്നെ അവിടെ ഷീലാൻഡി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഈ ബൈബിൾ കോളേജ് കൈവക്കരുത്. ഞങ്ങൾ 10 പിള്ളേരെ പഠിപ്പിച്ച് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, ഇത് കൈവക്കരുത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനിവിടെ ഒന്നിനും കൈവക്കത്തില്ല. പക്ഷെ എന്റെ മകൻ ഒരു കാര്യം പറയുക, നിങ്ങൾ അത് വിശ്വസിക്കണം. പറഞ്ഞില്ലേ, നിനക്കുള്ളതാണെങ്കിൽ അത് കൂടെ പോയി. നിന്റെ മകൻ ആമേണ്ടതാ. ചിലരുടെ ദൈവം വാഗ്ദത്തം ചെയ്തില്ലേ, വാഗ്ദത്തം പറഞ്ഞില്ലേ, മനസ്സിൽ നിശ്ചയിച്ചില്ലേ, ദൈവം പ്രോമിസ് കണ്ടില്ലേ, അതിന് ആമേണ്ടതാ. എല്ലാം തരുന്നു. സ്വതന്ത്രം പറ. ആമേൻ. ഒന്ന് പൗലോസും റോമൻ തമ്മിലുള്ള 1-ാമത്തെ ബന്ധം പറ. മനസ്സിൽ നിശ്ചയിച്ചത് മറക്ക്. എന്നെ മറന്നാലും മെസ്സേജ് മറക്കരുത്. 2 പൗലോസിന് വാഗ്ദത്തമായി കിട്ടിയത്. 3 അവൻ 23-ന്റെ 12, 13, 14 28-ന്റെ 14 മതി. അവിടെ സഹോദരന്മാരെ കണ്ടു, തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ എവിടെ എത്തി? അങ്ങനെയാണെങ്കിൽ റോമും പൗലോസും തമ്മിലുള്ള ബന്ധം വാഗ്ദത്തം നിവർത്തിയുടെ സ്ഥലമാണ്. ഇന്ന് പകലിൽ വാഗ്ദത്തം കേട്ട് വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ട ചിലരിന്റെ മകന്റെ നടുവിലുണ്ട്. നിന്റെ നോക്കിയുള്ള ദൈവം പറയുന്നു, ഇത് വാഗ്ദത്തം നിവർത്തിയുടെ സ്ഥലമാണ്. നീ വന്നിരിക്കുന്നത് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ സ്ഥലമാണ്. ഈ വാഗ്ദത്തം ദൈവം നിനക്ക് അവകാശമായി തന്നതാണ്. ഇവിടുത്തെ പോരാടുന്ന അന്ധകാര വ്യാപാരങ്ങളെ ഇന്നവരെ ക്ഷയിപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. സത്യോടെ ഒരു ആമേൻ പറഞ്ഞേ.
സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്യും. ഞാൻ കൂടെ ഷാജൻ പാസ്റ്ററിന്റെ കാര്യമായി, ഇവൻ ഈ രണ്ട് സാധനമില്ല, അവന്റെ അകത്തതില്ല, ഭയവുമില്ല, സംശയവും ഇല്ല, നാണവും ഇല്ല. അത് ഇതുകൂടി പറഞ്ഞാലേ ശരി. നാണം എന്ന് പറഞ്ഞത് അശേഷം ഞാൻ കണ്ടൊരു കാര്യം, ഞാൻ നാണം എന്ന് പറഞ്ഞതില്ല. നമുക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകണോ, ആരെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവൻ അങ്ങനെയൊന്നുമില്ല. ഏത് പബ്ലിക്കിന്റെ നടുവിലാണ് ഒരു അഭിഷിക്തനെ കണ്ട ഓടിച്ചെന്ന് മുട്ടുന്നത് നാട്ടുപോകും. ഇവനെ രക്ഷിക്കപ്പെട്ട് കർത്താവ് വേദക്കറിഞ്ഞ സമയത്ത് ഞാനും ഷാജൻ പാസ്റ്ററും കൂടി ഞങ്ങൾ എല്ലാ ദിവസവും ഈ സുവിശേഷ പ്രവർത്തനത്തിന് പോകും. വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കാൻ പോകും. അപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ പോലെ ഒരു പട്ടി ഇത്രയും പൊക്കം, ഭയങ്കര പട്ടി, ഇതിനഴിച്ചേക്കുക. പട്ടിയെ കണ്ടപ്പോൾ അതെല്ലാം പറഞ്ഞ ഷാജ, പട്ടി കഴിച്ച പൊക്കിന്റെ ചുറ്റും 10 ഇഞ്ചക്ഷൻ കിടക്കും. ഇന്ന് എനിക്കാണ് ചെറിയ പൊക്ക, പത്തെണ്ണം എടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ട്രാക്ട് കൊടുക്കുന്നില്ല, നിനക്ക് വേണം, നീ കൊണ്ട് കൊടുക്കുക. ഇവൻ പറഞ്ഞ പാസ്റ്റേ, നമ്മൾ സുവിശേഷം അറിയിക്കാൻ പട്ടിയെ കണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പിന്മാറരുത്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും ധൈര്യമില്ല, വെളിപ്പാടുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വീട്ടിൽ പോയി. ഇവൻ വന്നില്ല, ഇവൻ ആ ഗേറ്റിന് അവിടെ നിന്നു. 2 പ്രാവശ്യം ഗേറ്റ് തൊട്ടപ്പോൾ പട്ടി ഓടി വന്നു. ഞാൻ പോയി. ഈ പട്ടി ഓടി വന്ന സ്ഥലത്ത് യേശുവിന്റെ നാമത്തിൽ മുട്ടമടക്കം വിചാരം ഈ പട്ടി. ഞാൻ പട്ടി അവിടെ തന്നെ മിണ്ടാതെ കരയും വെച്ച് ഇവനകത്ത് കയറി ഒരു അഗ്നിനെ നേടിയ സുവിശേഷം പറഞ്ഞ് ചുട്ടുകൊള്ളുന്ന വെയില ഇത്രയുള്ള ഗ്ലാസ്സിന് ഒരു സ്കോഷ് കുടിച്ചിരിക്കുമ്പോൾ ഞാൻ ഓർത്തു ഇവനെ പൊക്കിന് ചുറ്റും ഇഞ്ചക്ഷൻ എടുക്കണം. ഇവനെ കാണാനില്ല. ഞാൻ എന്റെ കൂടെ ഷിബു ഷാജന പട്ടി തിന്നെന്നാ തോന്നുന്നു. തിരിച്ചു ചെല്ലുമ്പോ സിറ്റ് ഔട്ട് ഇരുന്ന് എന്ത് കുടിക്കും എന്നിട്ട് എന്നോട് പറയുന്നു, വേണേ വാ. അവന്റെ കയറി ഇച്ചിരി ആറ് കുടിച്ചു. അവൻ ഞാൻ പട്ടി കടിച്ചില്ലേ, 2 കിടക്കുന്ന പട്ടി കൈയും കാലും വെച്ചെന്ന് അനങ്ങാതെ. ഞാൻ പറയാതെ ആ പട്ടി ചലിക്കത്തില്ല. ഞാൻ അവന്റെ അടുത്ത് കണ്ടൊരു കാര്യമാണ്, അവൻ എന്ത് പറയുന്നു അത് എറണാകുളത്ത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ഭയങ്കര തിരക്കല്ലേ, ആയിരക്കണക്കിന് ആളുകളല്ലേ. അപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് സെന്ററിൽ കൊണ്ടായിരിക്കല്ലേ. ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു 10-2000 പേരുണ്ട്. റെയ്നാർഡ് സ്റ്റേജിൽ വന്നിട്ട് പുള്ളി കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇന്ന് ചിലരെ അഭിഷേകം ചെയ്യും. ഞാൻ നോക്കുമ്പോ ഈ കസേരയുടെ പുറത്ത് ചാടി സ്റ്റേജിൽ ചെന്ന് പോക്കറ്റ് കാണിക്കാൻ സെക്യൂരിറ്റിക്കാരവരുടെ ജീവൻ കളയും. അത്ര സെക്യൂരിറ്റിയാ. ഞാൻ നോക്കിയിട്ട് സ്റ്റേജ് എത്തിക്കുക. എനിക്ക് തോന്നുന്നു അന്ന് നേരിട്ട് കൈവച്ച് പ്രാർത്ഥിച്ച അവർ മാത്രമാണ്. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ, നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? മനസ്സിൽ നിശ്ചയിച്ചോ? നീ എത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ വിശ്വസിക്കുക. ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പൗലോസിന്റെ ഈ യാത്രയുടെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇനി വാഗ്ദത്തം ഉള്ളവരെല്ലാം കൂടി ഒരു അല്ലേലൂയ പറഞ്ഞേ. ഇനി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നല്ല മലയാളത്തിൽ പറ, വാഗ്ദത്തമുണ്ട്, പ്രാപിക്കാൻ ഇച്ചിരി പാടാം. ഒരു അല്ലേലൂയ പറയാം. നമ്മുടെ ആളുകൾക്ക് ഏറ്റവും വലിയ വഴക്കെന്താണെന്നറിയോ? ഈ വാഗ്ദത്തം കേട്ട് ഞാൻ മടുത്തു. പക്ഷെ ഒന്നും എന്റെ ജീവിതത്തിൽ അതാ നടക്കുന്നില്ല. പക്ഷേ വാഗ്ദത്തം കേട്ടിട്ട് എല്ലാ ദിവസവും കുട്ടൻകാടിനെ അടിച്ച് വീട്ടിയിരുന്നാൽ വാഗ്ദത്തം ഒന്നും പ്രാപിക്കത്തില്ല. വാഗ്ദത്തം പ്രാപിക്കാൻ നീ വില കൊടുക്കണം. ഞാൻ ഇന്ന് നിന്റെ തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞു
പറഞ്ഞത് കൊണ്ടൊന്നും വാഗ്ദത്തം നിവർത്തിയാവത്തില്ല. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. വില കൊടുക്കാതെ ഒരു വാഗ്ദത്തവും നിന്റെ വഴി കഴിയുകയില്ല. വിശ്വസിക്കുന്നവരാണല്ലോ ദൈവത്തിനോട് പറഞ്ഞത്, ദൈവത്തിനോട് അറിയിച്ച വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിൽ വരണമെങ്കിൽ നീ അതിന് വില കൊടുത്തേ പറ്റൂ. നീ അതിന് അത്ഭുതകരമായ ഒരു വിടുതൽ സംഭവിക്കാൻ ആ വിഷയത്തിൽ നീ വില കൊടുക്കണം. എന്ത് ചെയ്യണം? വില കൊടുക്കാൻ തയ്യാറാണോ? വാഗ്ദത്തം വരും. വില കൊടുക്കാൻ തയ്യാറാണോ? വാഗ്ദത്തം വരും. ഇനിയുള്ള ഒരു 15 മിനിറ്റ് ഇത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പൗലോസ് കേട്ട വാഗ്ദത്തത്തിന് കൊടുത്ത വില എന്താണെന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം 12, 13, 14 വാക്യം. വേഗം വായിച്ചോ. പൗലോസിനെ എന്ത് ചെയ്യണം? വാഗ്ദത്തമുള്ളവൻ ഫേസ് ചെയ്ത ഒന്നാമത്തെ വിഷയം, വാഗ്ദത്തമുള്ളവനെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാ, വാഗ്ദത്തമുള്ളവനെ ഭൂമിയിൽ നിന്ന് തട്ടിക്കളയാ, വാഗ്ദത്തമുള്ളവനെ ഈ ലോകത്തിന് മാറ്റിക്കളയാ. വ്യാപരിച്ച ദുരാത്മാവ് ഈ പകൽവേളയിൽ ദൈവത്തെ പൊട്ടിച്ചു മാറ്റോ. വാഗ്ദത്തമുള്ള നിന്റെ ആക്സിഡന്റിലൂടെ, അപകടത്തിലൂടെ, മരണത്തിലൂടെ ഈ ലോകത്തിന് മാറ്റിക്കളയാ. ശത്രു ഒരുക്കുന്ന ചില മുഖാന്തരങ്ങൾ ഇന്നലെ യേശുവിന്റെ നാമത്തിൽ ദൈവം അഴിക്കുക. ദൈവദാസന്മാരെ, ശക്തമായി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. വാഗ്ദത്തമുള്ള നിന്നെ തകർത്തുകളയ അല്ല, നിന്നെ തട്ടിക്കളയ, നിന്നെ മുടിച്ച് ഈ ലോകത്തിൽ മാറ്റിക്കളയ പിശാച് പദ്ധതി ഒരുക്കും. പക്ഷെ ഇന്നലെ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിച്ച് ദൈവസഭ പുറത്തുക. വളരെ സീരിയസ് ആയി ഒരു 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 23-11 വായിച്ചേ. രാത്രിയിൽ കർത്താവ് ഇനി 12 വായിച്ചേ. നേരം വെളുത്തപ്പോ അപ്പൊ ആദ്യം വായിച്ചത് പിന്നെ അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? കിട്ടിയോ? ഇനി ഒരു കാര്യം പറയാം. രാത്രിയിൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, നീ റോമിൽ പോകും. റോമിൽ ഉലകത്തിലൊരു മനുഷ്യൻ കേട്ടില്ല, പൗലോസിനും ദൈവത്തിനും മാത്രമേ അറിയൂ. ഓക്കെ, ശരിയാണോ? പൗലോസിനും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ ഈ പ്രൊഫസി, ഈ പ്രവചനം. പക്ഷെ ദൂത് കേട്ട് വെളിയിലേക്ക് നേരം എടുത്തപ്പോ ഒരു കൂട്ടം എഴുന്നേറ്റിട്ട് പറയാം, നിന്നെ ഞങ്ങൾ കൊല്ലുക. മനസ്സിലായില്ലേ? വാഗ്ദത്തം കേട്ട് രാത്രിയിൽ രഹസ്യത്തിൽ കേട്ട പൗലോസിനെ നേരം വെളുത്തപ്പോ കൊല്ലാൻ നിൽക്കണമെങ്കിൽ വാഗ്ദത്തം മണത്തറിഞ്ഞ ഒരു പൈശാചികമണ്ഡലമുണ്ട്. അതിനെ ഇന്ന് പൊട്ടിക്കാല ഈ 2ാമത്തെ വീട്ടില് നീ കേട്ട വാഗ്ദത്തം, നിന്റെ വീട്ടിൽ വന്ന വാഗ്ദത്തം, നീ കേട്ട നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് നീ കേട്ട വാഗ്ദത്തത്തിനെതിരെ നിന്നെ കൊണ്ടുപോയാ. ഒത്തിരി കാര്യം പറയാറുണ്ട്. പള്ളിത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗം നടക്കി. ആരാന്നറിയോ? പാസ്റ്റർ കെ എബ്രഹാം പാസ്റ്റർ കൺവെൻഷൻ പ്രസംഗിക്കുക. ഞാന് ഒരു സ്ഥലത്തും മീറ്റിംഗ് ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരിക. ഒരു ബ്ലാക്ക് ബനിയൻ, ഒരു ജീൻസ് ഒക്കെ ഇട്ട് ഇരുട്ടുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോകാതെ ഞാൻ ഏറ്റവും പുറകിൽ പോയിരിക്കുക. അപ്പൊ കെ എബ്രഹാം പാസ്റ്റർ പ്രസംഗിക്കുന്നവിടെ എന്നെ കണ്ടു. ബിജു പാസ്റ്റർ എഴുതിക്കാൻ പറഞ്ഞു. പബ്ലിക് കൺവെൻഷനാണ്. എന്നോട് പറഞ്ഞു, നീ കുറിച്ചു വെച്ചോ, നിന്റെ ചർച്ച വളരും, നീ വ്യാഖ്യാനിക്കാൻ പോകും. പബ്ലിക്കില്ല. ദൂത് കേട്ട് ഞാൻ ആത്മാവിൽ തകർത്താരാധിച്ച് ഞാനൊരു ബുള്ളറ്റ്, ഒരു ഇൻഫീൽഡ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. ഇതും കൊണ്ട് വീട്ടിൽ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി നിങ്ങൾ കേൾക്കണേ, രാത്രിയിലാണ്. ഒരു ഹോസ്പിറ്റൽ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ്
എവിടെ നിന്ന് വന്നെന്നറിയില്ല. ഒരെണ്ണമല്ല, 4 പട്ടികൾ ഒരുമിച്ചൊരു വീട്ടിനകത്തൊന്ന് ഓടി വന്ന് ഇവർ തമ്മിൽ കടിപിടിച്ച് എന്റെ വണ്ടിക്കകത്തോട്ട് ഇടിച്ചു കയറി. 4 പട്ടി കൂടി വന്ന് ഈ ബുള്ളറ്റിന് ഇടയിലോട്ട് കയറി കൊടഞ്ഞതും ബുള്ളറ്റിനകത്തൊന്ന് തെറിച്ച് പൊള്ളോട്ട് താഴോട്ട് വന്ന് സ്പോട്ടിൽ എന്റെ കാല് 2 ഉടനെ എന്റെ കൈമുട്ട് ഇവിടെ മുഴുവൻ കീറി ഒഴുകി. റോട്ടിൽ വീണിട്ട് ഞാനിങ്ങനെ അനന്താതെ കിടക്കി. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. പുറകിൽ വന്നവര് ചത്തു, ആ പയ്യൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ വയ്യ. കാല് കണ്ടിച്ചിരിക്കുക, എല്ല് പൊട്ടിയിരിക്കുക. ഉടനെ പെട്ടെന്നൊരു ദൂത് എന്റെ ഹൃദയത്തിൽ ദൈവം പറയുക, നിന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തില്ലേ, അതിനോട്ട് എത്തിക്കാതിരിക്കാൻ നിന്നെ ഇവിടെ തകർക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ ചെയ്യാതെയാടാ, ഞാൻ ചെയ്യാതെയാടാ. ആത്മാവിന്റെ ദൂതമല്ല, വാഗ്ദത്തമുള്ള നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയെയോ നിന്റെ സഭയെയോ തകർക്കുകയോ ദൈവം അനുവദിക്കത്തില്ല. ആത്മാവിനെ ആരാധിച്ച് ജയമെടുക്കുക. പരിശുദ്ധാത്മാവിൽ പ്രവചന ദൂത് പറയട്ടെ. ഹേരോദാവ് എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഹേരോദാവിന്റെ ശക്തി കൊല്ലുന്ന ശക്തിയാണ്. ഹേരോദാവിന്റെ ശക്തി കൊല്ലുന്ന ശക്തിയാ. ഒരിക്കൽ അവൻ സ്തോത്രം ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടു. പിന്നീട് ശേഷം അവൻ അഭിഷിക്തനായ യോഹന്നാന്റെ തലവെട്ടി താളത്തിൽ കെട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ യാക്കോബിനെ അവൻ കൊന്നു. എന്നാൽ അഭിഷിക്തനായ പത്രോസിനെ കൊല്ലാൻ അവൻ കൈ നീട്ടിയപ്പോ സഭ ഒരുമിച്ച് പറഞ്ഞു, ഇല്ലട ഹേരോദാവേ, നിന്നെ വെട്ടുന്ന അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്, നിന്നെ വധിക്കുന്ന അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്. ആരാധിച്ച് ഇതൊരു ദൂരമല്ല, ഇതിനെ തിരിക്കുന്ന ഒരാൾക്കുമ്പോൾ ഒരു ഭാഗ്യവര ദൈവം അനുവദിക്കില്ല. നിന്റെ ഭാഗ്യവർക്ക് ഒരു പേരുവര ദൈവം അനുവദിക്കില്ല. ഫലങ്ങളെക്കരിയെ എഴുന്നേറ്റ ഹേരോദാവിന്റെ ശക്തിയെ വെട്ടുന്ന ദൂതം ഇത്രയും ഇറങ്ങിയ ഒരു സ്വന്തം ചെയ്ത് ഒരാമൻ പറഞ്ഞ് അവൻ സഭ പ്രാർത്ഥിച്ചപ്പോ സംഭവിച്ച എന്താണെന്ന് ഞാൻ പറഞ്ഞേ. അവൻ അഭിഷിക്തന്മാരെ മുടിച്ച ഹേരോദാവിനെ വെട്ടാൻ അവന്റെ അരമനക്കകത്ത് ദൈവദൂതനായി. എന്തിനാണെന്നറിയോ? ഈ ശക്തമായി വചനം ശുശ്രൂഷിക്കുന്നത്, ഈ വചനം പോലെ പവർഫുൾ ആയി 1000 കൈ നിങ്ങളുടെ തല വെക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് ഒറ്റ വചനം. ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടിയ നിന്നെ തകർക്കാൻ നിൽക്കുന്ന ഹേരോദാവിനെ ദൈവം ഇന്നുവരെ തട്ടും. ഓ, വിശ്വസിക്കുന്നവരാണെന്ന പൗലോസ് കൊടുത്ത വില, ജീവൻ മരണ പോരാട്ടം. വാഗ്ദത്തം കിട്ടിയവൻ കഴിച്ചു. അപ്പോളെ നമ്മുടെ പെന്തക്കോസ്തുകാർ പറയുന്നത് വാഗ്ദത്തം കിട്ടിയവൻ ചുമ്മാ കിടന്നുറങ്ങിയാൽ ഒന്നും കിട്ടത്തില്ല. വിലറോടെ പക്ഷെ എനിക്ക് ആകെ പ്രസംഗിക്കാൻ അറിയാവുന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം പടക്കം പോലെ പൊട്ടിത്തീരും. 5 മിനിറ്റാണ് എന്റെ പ്രസംഗത്തിന്റെ നീളം. പക്ഷെ ഞാൻ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞ അങ്ങനെയല്ല, എനിക്ക് ദിവസങ്ങൾ തന്നാലും എനിക്ക് വചനം പ്രസംഗിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇരിക്കാൻ തയ്യാറാണ്. അതെന്ന് പറഞ്ഞു. വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്ക്. രാവിലെ ബൈബിളും കൊണ്ട് പുസ്തകവും കൊണ്ട് മുറിക്കകത്തോട് കയറിയ ഇറങ്ങുന്നപ്പോഴാന്നറിയോ വൈകിട്ടൊക്കെയാണ്. ഒറ്റ ഇരിപ്പം എഴുന്നേൽക്കുന്നില്ല. മൊബൈൽ കൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യും. ബൈബിൾ വായിക്കുക, എഴുതുക, ബൈബിൾ വായിക്കുക, എഴുതുക, ബൈബിൾ വായിക്കുക, എഴുതുക. മണിക്കൂറുകൾ, ദിവസങ്ങൾ മുന്നോട്ട് പോയി, വർഷങ്ങൾ മുന്നോട്ട് പോയി. ഒരു പരിപാടിയില്ല. നേരെ പൊക്കത്ത് പോകും, ബൈബിൾ എടുക്കും, ബൈബിൾ വായിക്കും, എഴുതും, ബൈബിൾ വായിക്കും, എഴുതും. നിങ്ങൾ ഇരുന്ന് തരാമെങ്കിൽ
വൈകിട്ട് 5 മണി വരെ ഇരുന്നാലും ഈ പ്രസംഗം മുന്നോട്ട് പോകും. എനിക്ക് പാടണമെന്നും വർഷിപ്പ് ചെയ്യണമെന്നും ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, സിയോൻ ഗീതാവലി എടുത്ത് വെച്ചിട്ട് അങ്ങ് പാടും, ചുമ്മാ ഇരുന്നൊക്കെ പാടും. ഈ വചന ശുശ്രൂഷയും വർഷിപ്പും കൂടി കൊണ്ടുപോകാൻ ഭയങ്കരമാണ്. വർഷിപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാം തീരും. പിന്നെ മണിക്കൂർ പ്രസംഗിക്കണം. ഇത് രണ്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെ കിട്ടിയെന്ന് കഴിച്ചാൽ വേല മുടക്കിയതാ. ഇരുന്ന് പാടും, ഇരുന്ന് പാടും, ഇരുന്ന് പാടും. റിതം ഞാന് മൊബൈലിനകത്ത് സെറ്റ് ചെയ്യും. റിതം പ്രാർത്ഥന കൂടി ഇടും. എന്നിട്ട് അതിനനുസരിച്ച് കോർത്തിണക്കി പാട്ട് പാടി പഠിച്ചു. ആദ്യം എനിക്ക് പിച്ചില്ലായിരുന്നു, പേയില്ല. ഞാൻ പാട്ട് പാടും, നോട്ട്സ് എന്തെങ്കിലും ഒക്കെ പാടി. അവസാനം നോട്ട്സ് പറഞ്ഞു, ഈ പള്ളിക്ക് ഈ കുരിശ് മതിയല്ലോ. അങ്ങനെ പാടി തുടങ്ങി മക്കളെ. വില കൊടുത്താൽ ദൈവം ചെയ്യും. പെന്തക്കോസ്തുകാരും മടിയുമാണ്. മകനെ എന്തൊരു വിളി കേട്ടാൽ പിന്നെ തീർന്നു. പിന്നെ പ്രാർത്ഥനയില്ല. നിന്നെ ഉഗാണ്ട കൊണ്ടുപോകുന്നില്ല, പിന്നെ അടയ്ക്കാൻ ഉഗാണ്ട പോകാൻ. ഷൂവും മേടിച്ച് പാൻറ് നയിപ്പിച്ച് ഉഗാണ്ട പോകുന്ന നീ ഒരിടത്തും പോകുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് ഒരിടത്തും പോകുന്നില്ല. നേരത്തെ പറഞ്ഞ ആവേശം ഇച്ചിരി ആവേശത്തിൽ പറ, നീ ഒരിടത്തും പോകുന്നില്ല. നീ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വില കൊടുക്കണം. ഒരു അഞ്ജലിയോ കൊല്ലാൻ നിൽക്കുന്ന ശക്തി. രണ്ട് ഓക്കെ, ഈ ക്ലോക്ക് കണ്ടുപിടിച്ച് വല്ല തല്ലിക്കൊന്നു. അപ്പോസ്തലർ 24-ാം അധ്യായം 22-ാം വാക്യം. പക്ഷെ 5 മിനിറ്റ് കൂടി കേട്ടോ. 5 മിനിറ്റ് അപ്പുറത്ത് പോകുന്നില്ല. വേറെ ഫെലിക്സിമാരും സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നു. വരുമ്പോൾ ഞാൻ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. രണ്ടാമത്തെ വാഗ്ദത്തം കിട്ടിയവരുടെ രണ്ടാമത്തെ പോരാട്ടം എന്നറിയാമോ? എന്ത് വിഷയം വന്നാലും എന്ത് വെക്കും? അവധി വെക്കും. പോലെ നീ ഒരു പേപ്പർ കൊണ്ട് കൊടുത്തേ, അത് അവധി വെക്കും. എല്ലാറ്റിനും അവധി വെക്കുമ്പോൾ ഞാൻ അമേരിക്ക വിസക്ക് വേണ്ടി മദ്രാസിൽ പോയി. മദ്രാസിൽ ചെന്നപ്പോ തന്നെ അമേരിക്കയിലുള്ള ഒരു അച്ചായൻ പറഞ്ഞു, ആ മദ്രാസിലെ കൺസുലേറ്റിൽ ഒരു തടിച്ച് മഹാമയുണ്ട്, ആ പെൺകുമ്പിന്റെ അടുത്തോട്ട് പോകരുത്, അവർ കടലിൽ നിന്ന് കയറിയുള്ള ഘോരമൃതമാണ്. അവരടുത്ത് പോയ ആർക്കും അവരെന്ത് ചെയ്യത്തില്ല, വിസ അടിക്കത്തില്ല. ഞാൻ ചെന്ന് ഇങ്ങനെ ക്യൂ നിന്നപ്പോ ഈ മദാമ ഇല്ലാഞ്ഞ ക്യൂവിൽ പോയി നിന്നു. കൃത്യമായിട്ട് സംഭവിച്ചെന്നറിയോ? എന്റെ സമയമായപ്പോ മദാമ ഒന്ന് ഇവിടെ വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എവിടെ പോകണം? ഞാൻ അമേരിക്ക. എന്തിന്? PCNAC മീറ്റിംഗ് പ്രസംഗിക്കാൻ. ഇവിടെ ചർച്ച ഉണ്ടോ? ഉണ്ട്. എത്ര പേരുണ്ട്? ഇത്ര പേരുണ്ട്. അന്ന് അവിടെ പോയി പ്രസംഗിക്കാൻ അമേരിക്ക പോകുന്നു. എന്നോട് മുൻകാല വൈരാഗ്യമായിരുന്നു അവരോട്. എനിക്ക് കിട്ടിയില്ല, എനിക്ക് തന്നില്ല. ആ മീറ്റിംഗില് PCNAC മീറ്റിംഗിൽ രണ്ടാമത്തെ ദിവസം യൂത്തിന്റെ കോൺഫറൻസ് ആയിരുന്നു. 1000 കൂടിയ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ പ്രസംഗിക്കാൻ എനിക്ക് വേദി ഒരുക്കി, എല്ലാവർക്കും. പക്ഷെ കിട്ടിയില്ല. രണ്ടാമത് അലക്സ എനിക്ക് മനസ്സിലായി, ഇവൻ അവധി വെക്കുകയാണ്. എന്റെ പേപ്പർ ഇവൻ അവധി വെച്ച് നീക്കി. ആരോടൊക്കെ പറയുന്നു, ഡിലേ ആക്കി കൊണ്ടുപോകുന്ന സകല പേപ്പറുകൾ ഇന്ന് വർഷം കിടന്നവനെ കണ്ട ഒരു ദൈവം നിന്നെ കണ്ടിട്ട് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞ തമ്പുരാൻ
നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. അവൻ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തെ ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അറിഞ്ഞു. കണ്ട ദൈവം, അറിഞ്ഞ ദൈവം, ആമേൻ സ്തോത്രം, കേട്ട ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പോകുക. മക്കളെ, ആരുടെന്ന് എനിക്കറിയില്ല, വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, നിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുക. അവൻ ഇനി അത് ഡിലേയാകത്തില്ല. രണ്ടേ 2 മിനിറ്റ് ലാസ്റ്റ് ഭാഗം വിളിയാ. എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് 2 പോയിന്റ് മാറ്റി വെക്കാം, എന്നാലേ എന്നെ അടുത്ത പ്രാവശ്യം വിളിക്കൂ. പക്ഷെ പോയിന്റ് ഇല്ലെങ്കിലും ബാബുച്ച പ്രാവശ്യം എന്നെ വിളിക്കും. ഓക്കെ, ആ വിശ്വാസത്തോടെ ഞാൻ പോയിന്റ് എല്ലാം പറയുകയാണ്, എന്നെ വിളിച്ചേക്കണം. ഓക്കെ, 27:4 ഞാൻ പറയാം. അവിടെ നിന്ന് ഞങ്ങൾ നീട്ടി കാറ്റ് പ്രതികൂലമാകിയ 5 കാര്യങ്ങൾ പറയാൻ പോകുക. ഇതൊന്നും പോരാ. അഭിഷിക്തന് നേരെ എന്തടിച്ചു? കാറ്റ്. 27:7 കാറ്റ് സമ്മതിക്കായിക. 27:13 തെക്കൻ കാറ്റ് മന്ദമായി വീശുക. ഇനി 27:14 ഈശാനം മുതലുള്ള കൊടുങ്കാറ്റ്. 27:20 വല്ലാത്ത കൊടുങ്കാറ്റ്. ഇതിൽ കൂടുതൽ ഒരു അഭിഷേകത്തിന് നേരെ എന്തടിക്കണം? നമ്മളാണ് കെട്ടിത്തൂങ്ങി ചത്തുകളെ. പക്ഷേ ഈ അഭിഷേകം ചത്തില്ല. ഇത്രയും കാറ്റടിച്ചത്, ഇത്രയും പ്രതിസന്ധി വന്നപ്പോൾ ഈ മനുഷ്യൻ പുലി പോലെ നിന്നു. എന്താ പോലെ കാര്യം കേൾക്കണോ? ഈ മനുഷ്യൻ പിടിച്ചു നിന്നതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഒന്ന് വേഗം നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. അവൻ 27:4 വാക്യത്തിന്റെ അവസാന വാക്യം, ദ്വീപിന്റെ മറപറ്റി ഓടി. 27:7 അവസാനം മറപറ്റി ഓടി. 27:13 വാക്യത്തിന്റെ ലാസ്റ്റ് എങ്ങനെ? മറപറ്റി ഓടി. 27:16 വാക്യം എങ്ങനെ ഓടി? മറപറ്റി ഓടി. നിർത്താല്ലേ? ഓരോ കാറ്റടിച്ചപ്പോഴും പൗലോസേ, നീ തകരാതിരുന്നതിന്റെ കാരണം ഓരോ കാറ്റിന്റെ പുറകിലും നിനക്ക് മറയാൻ ഒരു മറവിടമുണ്ടായിരുന്നു. കൊടുങ്കാറ്റടിച്ചിട്ടും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചിട്ടും ചുഴലിക്കാറ്റടിച്ചിട്ടും നീ ഉടയാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിനക്ക് മറയാ ഒരു മറവിടമുണ്ടായിരുന്നു. ആ മറവിടത്തിന്റെ പേര് എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ഉടയാതിരുന്നത്, തകരാതിരുന്നത്, നീ ഉടഞ്ഞു പോകാതിരുന്നത് ഒരൊറ്റ കാരണമാണ്. എനിക്ക് മറയാ ഒരു മറവിടമുണ്ട്. അവന്റെ പേരാണ് യേശു. വാർത്തത്തെ കിട്ടിയവരെ 4 പ്രതികൂലത്തിന്റെ കാറ്റടിച്ചിട്ടും ജയ്സമേ തകരാഞ്ഞത്. ഓരോ കാറ്റടിച്ചപ്പോൾ അഭിഷേകൻ എന്ത് ചെയ്തു? മറഞ്ഞു. അവന് മറവിടം ഉണ്ടായിരുന്നു. ഞാനൊരു ഒരു ദൂത് പറയുമ്പോ ഉണക്കി ആദ്യം പറഞ്ഞു കേട്ടോ, എത്ര കാറ്റടിച്ചാലും നീ തകരില്ല. വല്ലാത്ത കൊടുങ്കാറ്റടിച്ചാലും നീ നിന്റെ കുടുംബം തകരുകയില്ല.